എങ്കിലും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായി നമ്മുടെ അഞ്ജലി കുറച്ച് നേരിട്ട് അവസാനം പതറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ആ ഒരു സമയത്തിൽ മിക്കവാറും അർജുനും അതുപോലെ തന്നെ നമ്മുടെ ജിമ്മൻ ബ്രോയും അവിടെ എത്തിച്ചേരുമായിരിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ അഞ്ജലിക്കും നമ്മുടെ അർജുനും ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സഹായമാണ്. അതായത് കൈക്കരുത്ത് കൊണ്ടും പണം കൊണ്ടും ധൈര്യം കൊണ്ടും നമ്മുടെ അർജുനെയും അഞ്ജലിയെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഇന്ന് ഒരു ജിം നടത്തുന്ന ഒരാൾ, ഒരു പുതിയൊരു കഥാപാത്രം കഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ നമ്മുടെ അർജുനും അഞ്ജലിക്കും ഇനി സഹായം ചെയ്യാനായിട്ട്, അവരെ സംരക്ഷിക്കുവാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആൾ ഇയാളാണോ? അയാളുടെ പേരിപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. തൽക്കാലം നമുക്ക് ജിമ്മൻ ബ്രോ എന്ന് വിളിക്കാം. അപ്പോൾ ജിമ്മൻ ബ്രോയെ ആയിരിക്കും ഇനി അർജുനും അഞ്ജലിക്ക് സപ്പോർട്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും അങ്ങനെ തോന്നിയിരുന്നു. പുള്ളി ഇച്ചിരി ധൈര്യമൊക്കെ ഉള്ള ആളാണ്, എന്ത് സംഭവം വന്നാലും നേരിടുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പ്രൊമോ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കേട്ടോ. ആകെ 2 കാര്യങ്ങൾ പ്രൊമോയിൽ കാട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ 2 കാര്യങ്ങളിൽ നിന്നും നമ്മുടെ അഞ്ജലിക്കും അർജുനും കുറച്ച് ധൈര്യം പകരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പ്രൊമോ ആയിരുന്നു എങ്കിലും. കാരണം ആദ്യം പ്രൊമോയിൽ നമ്മൾ കാണുന്നത് അർജുൻ ഇന്ന് നമ്മുടെ ജിമ്മൻ ബ്രോയുടെ വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടിയിൽ കയറി പൊക്കോട്ടെ, ഞാൻ ജംഗ്ഷനിൽ ഒന്ന് വിടാവെന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ജിമ്മൻ ബ്രോ കയറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. കാരണം പിന്നീടുള്ള സീനുകളൊക്കെ അവിടെ മണ്ഡപത്തിലെ സീനുകളും ഹെവി സീന്, ഡാർക്ക് സീൻ നടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്ന സീനെന്ന് പറയുന്നത് അർജുനെ ആക്രമിക്കാനായിട്ട്, അർജുനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കാർത്തികും ഗുണ്ടകളും ഈ ജിമ്മൻ ബ്രോയുടെ അടുത്ത് വരും. അപ്പോൾ ജിമ്മൻ ബ്രോ അവരെ അടിച്ച് ഊപ്പാടളക്കുകയാണ്. അടിച്ച് പപ്പട പരുവാക്കി വിടുന്ന സീനാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ജിമ്മൻ ബ്രോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ചെറിയ മീനല്ല, കുറച്ച് അധികം വലിയൊരു മീനാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഗുണ്ടകൾ ഒരുമിച്ച് നിന്നിട്ട് അവർ വളരെ നിസ്സാരമായിട്ട് അടിച്ച് ഒതുക്കി കളയാണ് ജിമ്മൻ ബ്രോ. അപ്പോൾ അർജുന് വളരെ സപ്പോർട്ടീവായിട്ട് ഈ ജിമ്മൻ ബ്രോ നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷവും അവിടുന്ന് അർജുൻ രക്ഷപ്പെട്ടു അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനുശേഷം അർജുനും ജിമ്മൻ ബ്രോയും പോകുമ്പോൾ പിന്നെ ഒരു സീൻ കാട്ടുന്നത്, നമ്മുടെ അർജുൻ പറയുകയാണ് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ആ ജംഗ്ഷനിലേക്ക് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവിട്ടാൽ മതി എന്ന് പറയും. അപ്പോഴത്തേനും ജിമ്മൻ ബ്രോ പറയുന്നത്, ഓഹോ നീ ആൾ കൊള്ളാവല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ഒരു സീനാണ്. മിക്കവാറും പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണ്. പുറമേ കുറച്ച് ഇച്ചിരി ഗൗരവക്കാരനെ പോലും കുറച്ച് ഒരു ഫണി പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് കാര്യം ഒരു ജിമ്മനെ പോലെ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഉള്ളിൽ കുറച്ച് നന്മയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്തും നേരിടാനുള്ളൊരു ധൈര്യവും പുള്ളിക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അർജുനും അഞ്ജലിക്ക് ആവശ്യം ഇങ്ങനെ ഉള്ള ഒരാളെയാണ്. പണം കൊണ്ടാണെങ്കിലും കൈക്കരുത്ത് കൊണ്ടും ധൈര്യം കൊണ്ടും, അങ്ങനെ എങ്ങനെ നോക്കിയാലും ഇങ്ങനെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇനി അഞ്ജലിക്കും അർജുനും മുമ്പോട്ട് പോകുവാനും പിടിച്ചു നിൽക്കുവാനും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും ദൈവമായിട്ട് നിയോഗിച്ച ഒരാളെ പോലെയാണ് പുള്ളീനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മുടെ അഞ്ജലിയും പത്മയും സ്കൂട്ടറിൽ പോകുന്നു. അവസാനം അവർ ഈ കാർത്തികിൻ്റെ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഇവർ പെട്ടുപോയി കഴിഞ്ഞിട്ട് ഇവരുടെ ചുറ്റും ഗുണ്ടകൾ കിടന്ന് നൃത്തം ചവിട്ടുന്ന പോലെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ അഞ്ജലിയെയും അതുപോലെ തന്നെ പത്മയെ ആക്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജലി പരമാവധി നേരിടാൻ നോക്കുന്നുണ്ട്, തിരിച്ചടിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം അഞ്ജലി എന്താ പറയുക, അവരുടെ മുമ്പിലൊന്ന്
പതറിപ്പോകുന്നുണ്ട് എന്ന് നമുക്ക് പ്രൊമോയിൽ തോന്നി. കാരണം നമ്മൾ പ്രൊമോയിൽ നമുക്ക് കാണാം അഞ്ജലിയുടെ മുടിക്കൊക്കെ പിടിച്ച് വലിച്ച് ആകെ സീനായി നിൽക്കുന്ന സമയമാണ്. പരമാവധി അഞ്ജലി പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം കൈക്കരുത്തുള്ള ആണുങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മുടെ അഞ്ജലിക്ക് എത്ര നേരം പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും? അങ്ങനെ ഒരു ഒപ്പോസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവ് പത്മയ്ക്കും ഇല്ല. അപ്പോൾ അവസാനം കുറച്ച് അഞ്ജലി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. മിക്കവാറും കൊല്ലാനായിട്ട് വല്ല കത്തിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ആശങ്കയുണ്ടാക്കിയ ഒരു സീനാണ് ഇന്ന് പ്രൊമോയിൽ കണ്ടത് കേട്ടോ. അപ്പം എങ്കിലും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായി നമ്മുടെ അഞ്ജലി കുറച്ച് നേരിട്ട് അവസാനം പതറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ആ ഒരു സമയത്തിൽ മിക്കവാറും അർജുനും അതുപോലെ തന്നെ നമ്മുടെ ജിമ്മൻ ബ്രോയും അവിടെ എത്തിച്ചേരുമായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന് ഉറപ്പായിട്ട് ജിമ്മൻ ബ്രോ അവരെ അടിച്ചൊതുക്കി കളയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ളൊരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും മുമ്പോട്ടുള്ള ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുവാനും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാനൊക്കെ ജിമ്മൻ ബ്രോ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ജിമ്മൻ ബ്രോയുടെ നമ്മുടെ അർജുൻ കാര്യങ്ങളെല്ലാം പറയും. അതായത് രാഘവനുണ്ണിയുടെ മകനാണ്, അഞ്ജലി ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ സംഭവങ്ങളും മിക്കവാറും അർജുൻ പുള്ളിയോട് പറയും. അപ്പോൾ പുള്ളിക്ക് തോന്നും ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്താണെങ്കിലും. കാരണം ഇവർ നല്ല മനസ്സിന് ഉടമകളാണ്, ഇവർ സ്നേഹിക്കുന്നവരാണ്, ഇവരെ ഒന്നാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച പുള്ളി മിക്കവാറും സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പിൻ്റെയും അതുപോലെ തന്നെ രാഘവനുണ്ണിയുടെ മുമ്പിലൊക്കെ നമ്മുടെ അർജുനും അഞ്ജലിക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ജിമ്മൻ ബ്രോ അതിന് സഹായിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ ഉണ്ടായിരുന്നത്. ഈ ഒരു സമയം എന്തൊക്കെ പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മണ്ഡപത്തിൽ അരങ്ങേറുന്നുണ്ട്. കാവ്യ ആകെ പൊട്ടിത്തെറിച്ച് എന്താ പറയുക ഇങ്ങനെ കത്തുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതായത് കാവ്യ പറയുന്നുണ്ട്, വേറൊരുത്തിയെ സ്നേഹിക്കുന്ന ഒരുത്തനാണ് അവൻ അറിഞ്ഞിട്ടും ഞാൻ കഴുത്ത് താലി കെട്ടുവാൻ വേണ്ടി കാത്തിരുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണെന്ന് രാഘവനുണ്ണിയുടെ അതുപോലെ അനുപമയോടൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചാണ്, നിങ്ങൾ അവനെ കൺവിൻസ് ചെയ്യുമെന്ന് വിശ്വസിച്ചാണ് ഞാൻ കാത്തിരുന്നത്, ഞാൻ വെറും മണ്ടിയാണെന്ന് പറയും. അപ്പോൾ രാഘവനുണ്ണി അതിനെ ഒരുപാട് സോറിയൊക്കെ പറയും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ കുറുപ്പാകെ പൊട്ടിത്തെറിക്കുകയാണ്. കാവ്യയുടെ കേസിൽ അർജുൻ കാവ്യ ബന്ധത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് ഈ കുറുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറുപ്പ് ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം ശരിക്കും രാഘവനുണ്ണിയെ ആകെ ടെൻഷൻ അടിപ്പിച്ച് കളയുകയാണ്. അതായത് ഈ കാർത്തിക് പത്മ കേസ് അത് എങ്ങാനും പരാജയപ്പെട്ടാൽ ഇതുപോലെയൊന്നും ആയിരിക്കില്ല, വേറൊരു കുറുപ്പിൻ്റെ മുഖം രാഘവനുണ്ണി കാണേണ്ടി വരും. കുറുപ്പും അതുപോലെ രാഘവനുണ്ണിയും തമ്മിലുള്ള ആ ബന്ധം നിന്നു പോകും. അതായത് ശംഖചക്രം തറവാട്ട് കത്തിച്ച് കളയും, അതുപോലെ തന്നെ രാഘവനുണ്ണിയുടെയും അർജുൻ്റെയൊക്കെ ജീവൻ എടുത്ത് കളയുമെന്ന് ഭീഷണി കൂടി കുറുപ്പ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് രാഘവനുണ്ണി ശരിക്കും ഷോക്ക്ഡായി പോകും. എന്താണെങ്കിലും രാഘവനുണ്ണി ആകെ പെട്ടൊരവസ്ഥയിലാണ് പുള്ളി. പക്ഷേ ആദ്യമേ തന്നെ അർജുൻ്റെ ആ ഒരു മനസ്സ് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ട്രാജഡിയിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും എത്തില്ലായിരുന്നു. എന്താണെങ്കിലും പ്രൊമോയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ അർജുനും അഞ്ജലിക്കും കൂട്ടായിട്ട് ജിമ്മൻ ബ്രോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.